വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. എനിക്ക് സമയമില്ല എന്ന് സ്ഥിരം പറയുന്ന ഒരാളാണോ നിങ്ങൾ? പല ദിവസവും പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നമുക്ക് സമയമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. മേക്ക് ടൈം എന്നുള്ള ഒരു പുസ്തകമാണ്. സമയം കണ്ടെത്തുക. സമയമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമുക്ക് സമയം കണ്ടെത്തുവാൻ സാധിക്കും. ജെയ്ക്ക് നാപ്പ് ആൻഡ് ജോൺ സെറസ്കി എഴുതിയ മേക്ക് ടൈം, ഹൗ ടു ഫോക്കസ് ഓൺ വാട്ട് മാറ്റേഴ്സ് എവരി ഡേ. ഓരോ ദിവസവും നമ്മെ ബാധിക്കുന്ന കാര്യം എന്താണെന്നും അതെങ്ങനെ ക്രമീകരിക്കണമെന്നും പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സമയത്തെ ക്രമീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ നാം ബിസി അല്ല എങ്കിൽ നാം ഡിസ്ട്രാക്റ്റഡ് ആണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. നാം ബിസിയാണ്, പക്ഷേ ഔട്ട്പുട്ട് ഇല്ല എങ്കിൽ നാം വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്, നമുക്ക് ഒരു ഫോക്കസും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ നാം ചിന്തിക്കേണ്ട കാര്യം, നാം ബിസിയാണോ, അറ്റ് ദ സെയിം ടൈം നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടോ എങ്കിൽ ഇറ്റ്സ് എ റൈറ്റ് ചോയ്സ്, റൈറ്റ് മൂവ്. പക്ഷേ ബിസിയാണ് എന്നാൽ ഔട്ട്പുട്ടോ റിസൾട്ടോ പ്രോഗ്രസ്സോ ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഡിസ്ട്രാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വാക്കുകളാണ് ഈ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ബിസി ബാൻഡ് വാഗൺ. ബാൻഡ് വാഗൺ നമുക്കറിയാം, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ബിസിയാണ്, കാര്യമായി എങ്ങും നിൽക്കുന്നില്ല, ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇൻഫിനിറ്റി പൂൾസ്. ഇൻഫിനിറ്റി പൂൾസ് നമുക്കറിയാം, റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ നാം ഇൻഫിനിറ്റി പൂൾസ് കാണാറുണ്ട്. ഇൻഫിനിറ്റി പൂൾസ് എന്ന് പറയുന്നത് ഒരു പുറത്തേക്കുള്ള ലോകം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് ലോകമാണ്. അവിടെ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നാം അൺലിമിറ്റഡായി ഡിസ്ട്രാക്റ്റ് ആവുന്നു, നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കുന്നത്. ബിസി ബാൻഡ് വാഗൺ ആൻഡ് ഇൻഫിനിറ്റി പൂൾസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. 4 സ്റ്റെപ്പുകളാണ് ഈ ഇൻഫിനിറ്റി ബാൻഡ് വാഗൺ അല്ലെങ്കിൽ ബിസി ബാൻഡ് വാഗൺ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പൂളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുവാനായിട്ട് സഹായിക്കുന്നത്. ഒന്നാമതായി ഇവർ പറയുന്നത് ഹൈലൈറ്റ്. ഒരു ദിവസത്തെ ഹൈലൈറ്റ് കണ്ടെത്തുക, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യത്തെ കണ്ടെത്തുക. അതിന് നമുക്ക് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ള ഏതാണ്, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഏതാണ്, നമുക്ക് ജോയ് തരുന്നത് ഏതാണ്. അപ്പോൾ ആ ടാസ്ക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അർജൻറ്റ്, സാറ്റിസ്ഫൈയിങ് ആൻഡ് ജോയ്ഫുൾ. ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഹൈലൈറ്റിനെ നാം കണ്ടെത്തുക. രണ്ടാമത്തത് ലേസർ എന്ന് പറയുന്ന ടെക്നിക്കാണ്. ലേസർ നമുക്കറിയാം, എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിയാണ് ലേസർ ഷാർപ്പായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഫോക്കസ് ആണ് വേണ്ടത്. ഒത്തിരി ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു, നാം ഇൻഫിനിറ്റി പൂൾസ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അതിനെ വകഞ്ഞു മാറ്റി എങ്ങനെ നമുക്ക് പോകുവാൻ സാധിക്കും, അതാണ് ലേസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫ്ലൈനായി നാം മാക്സിമം പോകാൻ സാധിക്കുമോ, അത്ര ഞങ്ങളെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാമെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് എനർജൈസ്. ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി പോകണമെങ്കിൽ, ഫോക്കസ് വേണമെങ്കിൽ, ഹൈലൈറ്റിനെ കണ്ടെത്തി മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിനും എനർജി വേണം, ശരീരത്തിനും എനർജി വേണം, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എനർജി. ഇപ്പോൾ ഈ പല പുസ്തകങ്ങളും ഞാനും പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഫിസിക്കൽ എനർജി കൊണ്ടുവരുവാൻ സാധിക്കുക, മൈൻഡിൻ്റെ എനർജി എങ്ങനെയാണ് കൂട്ടുവാൻ സാധിക്കുക തുടങ്ങിയതായിട്ടുള്ള ധാരാളം ടിപ്സ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റിഫ്ലക്റ്റ്. ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടെങ്കിലും പലരും പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റ് എന്ന് പറയുന്നത് നാം കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ബിസിയായി ചെയ്യുന്നു, പക്ഷേ എന്താണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണ്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾക്ക് വെച്ച് റിഫ്ലക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് വെരിഫൈ ചെയ്യുക, എന്നാണ് റിഫ്ലക്റ്റ് എന്ന് പറയുന്നത്. 4 സ്റ്റെപ്പുകളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഒബ്സർവ്, ഗസ്, എക്സ്പെരിമെൻറ്റ്, മെഷർ. അപ്പോൾ ഈ റിഫ്ലക്ഷനിൽ നാം ആദ്യം ഒബ്സർവ് ചെയ്യുക, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ആഴ്ച എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ദിവസം എന്താണ് ചെയ്തത്. പിന്നെ ഗസ് ചെയ്യുക, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗസ് ചെയ്യുക. ആ റിഫ്ലക്ഷൻ്റെ ബേസിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്ത ശേഷം അത് മെഷർ ചെയ്ത് ഏറ്റവും നല്ലതാണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. കോഴ്സ് കറക്ഷൻ ആവശ്യമാണെങ്കിൽ കോഴ്സ് കറക്ഷൻ അന്നെന്നോ അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ വരുത്തിക്കൊണ്ട് മാറ്റം വരിക എന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലക്ഷൻ ഇല്ലാതെയുള്ള ഒരു കാര്യത്തിൽ വലിയ പ്രോഗ്രസ് ഉണ്ടാകുകയില്ല എന്നും ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പുസ്തകത്തിൽ ഈ മേക്ക് എ ടൈമിൽ പറയുന്ന പല നല്ല ഹാബിറ്റുകളിൽ ഒന്നാണ് ഏർലി മോർണിംഗ്, നേരത്തെ എഴുന്നേൽക്കുക. പിന്നെ നാം ചെയ്യുന്ന കാര്യങ്ങളെ എഴുതുവാൻ ശ്രമിക്കുക. നമ്മുടെ ലക്ഷ്യമാകാം, നമ്മുടെ ഔട്ട്കംസ് ആകാം, റിഫ്ലക്റ്റ് ചെയ്യുന്ന കാര്യമാകാം, നമ്മുടെ ലെസൺസ് ആകാം, എല്ലാം നമ്മൾ എഴുതുവാൻ ശ്രമിക്കുന്നത്, ജേർണൽ ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എഴുതുക എന്നുള്ളതും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ലക്ഷ്യമിടുന്നതും എഴുതുക എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മേക്ക് ടൈം, സമയമില്ലാത്തവർക്ക് സമയം ഉണ്ടാക്കാനുള്ള ഹാബിറ്റ്, സമയം മാനേജ് ചെയ്യുവാനുള്ള ഹാബിറ്റ്, ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം.
അതിന് നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും സമയം ഒരുപോലെയാണ്, പക്ഷേ ആ സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നു, ഡിസ്ട്രാക്ഷൻ ലോകത്ത് നാം എങ്ങനെ മാറി നിൽക്കുന്നു തുടങ്ങിയതായ കാര്യങ്ങൾ തീർച്ചയായും വിജയത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കത് സാധിക്കട്ടെ.